അപ്പോൾ രാജുക്കുട്ടിയും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജുക്കുട്ടി, പൊതുവേദിയിലേക്ക് ദിവസമായി സാറിനെ ഒന്ന് കാണാൻ പറ്റേട്ടെ. എനിക്കും അസുഖമായിരുന്നു. പക്ഷെ ശ്രീ രാജുക്കുട്ടി കുറെ നാളായില്ലേ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്? അതെ, ഞാൻ വരുന്നുണ്ട്. ഇടയ്ക്ക് മനസ്സാറിനെ കിട്ടാഞ്ഞതിലേ ഉള്ളൂ. പിന്നെ യുവതീ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്വാസത്തിനെതിരായ ഒരു പരിപാടിയാണ് സാറേ. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ അസുഖം എന്താ പറ്റിയെന്ന് എന്നോട് പറഞ്ഞത്? ഞാൻ അത് ചോദിക്കാൻ പറ്റുമോ? എനിക്ക് ഹാർട്ടിനൊരു ചെറിയ കംപ്ലൈന്റ് പറ്റി. അതെയോ? ഹാർട്ടിനോ? ഇനിയിപ്പം അടുത്ത ആഴ്ച വീണ്ടും ഒരു സ്റ്റെന്റ് അടിച്ചേ പറ്റും. അങ്ങനെയുള്ള കണ്ടീഷനാണ്. സാറൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ എന്റെ എല്ലാവിധ പിന്തുണയും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ പൊതുവേദി പ്രേക്ഷകരൊക്കെ അങ്ങേക്കൊപ്പം ഉണ്ട്. അപ്പൊ അത് എന്താണ് ചികിത്സ കഴിയുമ്പോഴും ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. അയ്യപ്പന്റെ 4 ക്ഷേത്രത്തിൽ ഞാൻ ജോലി ചെയ്തതാ. 4 ക്ഷേത്രത്തിന്റെ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല, ഇത്രയും ഭാഗത്ത് ജോലി ചെയ്യാൻ എനിക്കൊരു ക്രിസ്ത്യാനിയായ എനിക്ക് പറ്റിയെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. യുവതിയെ പ്രവേശിപ്പിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ 18-നും 50-നും ഇടയ്ക്കുള്ളതിന് ശേഷം നമുക്ക് കൊടുക്കുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ശരി. അല്ലാതെ ഈ ലാഭത്തിന് വേണ്ടി വിശ്വാസത്തെ തച്ചുടയ്ക്കരുത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ സുബൈർ എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്, തൃശ്ശൂർ. ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴി തൃശ്ശൂർ വഴിയാണ് പോയത്. അപ്പൊ ഞാൻ സുബൈറിനെ ഓർക്കുകയൊക്കെ ചെയ്തു. സുബൈർ, നമസ്കാരം. തൃശ്ശൂരൊക്കെ ഒരു ചൂട് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചൂട് എല്ലാവർക്കും ചൂടുണ്ടല്ലോ ഇപ്പൊ. ഓൾറെഡി കൂടുതൽ ഡിഫിനാണല്ലോ ചൂട് കൂടുതൽ പാലക്കാടാന്ന് തോന്നുന്നു അല്ലേ? ചൂട് കൂടുതൽ പാലക്കാടായിരിക്കും. ശ്രീ സുബൈറിന്റെ വീടിന്റെ പരിസരമൊക്കെ എങ്ങനെയാണ്? ഇതാണോ? ഞങ്ങള് കാട്ടൂർ, ഇരിങ്ങാലക്കുട. കുഴപ്പമില്ല, നല്ല പ്രകൃതിയാ. ഇരിഞ്ഞാലക്കുടയിൽ പക്ഷെ കുറച്ചും കൂടി തണുത്ത ഒരു സ്ഥലമായിരിക്കും അല്ലേ? കാട്ടൂര്. ഓക്കെ. ശ്രീ സുബൈറിന് എന്ത് തോന്നുന്നു? ശ്രീ സുബൈർ, ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. ഒരു കപ്പല് ആടി ഒരു നല്ലൊരു കപ്പിത്താനെന്ന് പറഞ്ഞ് കപ്പിത്താനും കപ്പലുള്ള ആൾക്കാരും മുഴുക്ക മുങ്ങി പോകാൻ പോണ്. ഇവര് ജനങ്ങളെന്നല്ല എങ്ങനെയൊക്കെ ഇട്ട് ദ്രോഹിച്ചു. ചെടിച്ചട്ടി വെച്ച് തലടിച്ച് പൊളിച്ചു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് പുതിയ സൂത്രം ഇറങ്ങിയ മുഖ്യമന്ത്രിയോട് സംസാരിക്കാറുണ്ട്. അതിന്റെ നമ്പർ വന്നിട്ടുണ്ട്. അതിൽ വിളിച്ചിട്ട് അതിൽ രക്ഷയില്ല. അറിയിക്കുന്നു. ഇതെന്തിനാ ഇവരിങ്ങനെ പറ്റിച്ചിന്? ഇപ്പൊ പെൻഷൻ മേടിക്കൊടുക്കുന്നുണ്ട്. 2500 ആക്കിന്ന് പറയുന്നുണ്ട്. എത്ര 2000 ആക്കിന്ന് പറയുന്നുണ്ട്. അത് മണിയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്ന പെൻഷൻ. നമ്മുടെ കാശൊന്നും നല്ലത്. ഇവര് അവരും പെണ്ണിന്റെ ഗോൾഡൊക്കെ പണം വെച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് കാശ് കൊടുക്കും. സുബൈറിന് എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? ഞാൻ പറഞ്ഞ ഈ വീണ ജോർജ് എന്ന് പറഞ്ഞല്ലോ, ഇതിലൊരു കപ്പിത്താനുണ്ട്. ഈ കപ്പൽ മുങ്ങൂലെന്ന് പറഞ്ഞില്ലേ? ആ കപ്പൽ മുങ്ങാൻ പോണു. ഇപ്പൊ കപ്പിത്താനെ മുങ്ങിക്കൊണ്ടിരിക്കുന്നേ. അതിലുള്ള ആൾക്കാർ ബാക്കിയുള്ളത് എല്ലാം മുക്കാൻ പോണു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.